പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും എൻ കൂടെയിരിക്കും നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന് അനവധി പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ജീവൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് വരുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരുമ്പം തീയായി കാറ്റായിട്ടൊക്കെ നാം പരിശുദ്ധാത്മാവിനെ കാണുന്നു. അപ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ്. സർവശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പിതാവാം ദൈവത്തെക്കുറിച്ചും പുത്രനാം ദൈവത്തെക്കുറിച്ചും പറയുന്ന മുഴുവൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണം. ദൈവം സർവശക്തനാണ്, അപ്പോൾ പിതാവും പുത്രനും സർവശക്തരാണ്. പരിശുദ്ധാത്മാവ് അതുപോലെ സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ മുന്നമ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനിയും വരാൻ പോകുന്ന എല്ലാം പരിശുദ്ധാത്മാവിനറിയാം. സർവവ്യാപിയാണ്, അപ്പോൾ തന്നെ നിത്യനാണ്. ആ പ്രപഞ്ച സൃഷ്ടി മുതലേ പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. എല്ലാ സൃഷ്ടിക്കും സൗന്ദര്യവും രൂപവും ഒക്കെ നൽകിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. യേശുക്രിസ്തുവിനോടുകൂടെ പരിശുദ്ധാത്മാവ് യാത്ര ചെയ്തുകൊണ്ട്, പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നുകൊണ്ട് വചനം പറയാണ്, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് അവൻ നന്മ ചെയ്തു. നമ്മളാരെങ്കിലും ഇന്ന് ഒരു ദിവസം ജയകരമായ ഒരു ജീവിതത്തെ നയിക്കുന്നുവെങ്കിൽ നമ്മുടെ കഴിവാണെന്നോ നമ്മുടെ പ്രാർത്ഥനയുടെ ബലമാണെന്നോ ആരും കാണരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന. ആരെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ വീണുപോയാലോ അവർ കുഴച്ചിൽ പറ്റിയാലോ തകർച്ച സംഭവിച്ചാലോ നാം കളിയാക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത്. ഇന്ന് ഞാനും നിങ്ങളും നിന്നത് കൃപയാലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തിയത് കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിലും പാപവും രോഗവും വിഷയങ്ങളും എല്ലാം ഉണ്ട്. ഇതിന് നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ സംരക്ഷിക്കപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഇരുന്ന് നടത്തിയത് കൊണ്ടാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നതാണ്. ഇതേ വചനം എന്നെയും നിങ്ങളെ ധൈര്യപ്പെടുത്തണം. കർത്താവ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ സദാ
ഒരു കംഫർട്ടറായിട്ട് ഇരിക്കുമ്പം തന്നെ ഇവിടെ പിതാവിനോട് ചോദിച്ച് വാങ്ങിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടിനായി തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നാം അവഗണിച്ച് നമ്മുടെ ജീവിതയാത്ര നയിക്കരുത്. യേശുക്രിസ്തു പറയണ, എങ്കിലും എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, അനദർ കംഫോർട്ടർ എന്നാണ് പറയുന്നത്, ആശ്വാസദായകൻ, നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. എൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിനെല്ലാം അറിയാവുന്ന. ഉപദേശിച്ചു തരണമെങ്കിൽ അറിയുന്ന ആളിനല്ലേ ഉപദേശിച്ചു തരാൻ പറ്റുള്ളൂ. സകലവും അറിയുന്നത് സർവജ്ഞാനിയായ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ നാളെ എന്തായിത്തീരും നമുക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനറിയാം. പരിശുദ്ധാത്മാവിനോടൊപ്പം നടന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വചനം പറയുക, ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. എന്നാൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിതയാത്ര തുടരാൻ ശ്രമിച്ചാൽ ദൈവാത്മാവ് നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ആത്മാവിനൊന്നും മറവായിട്ടിരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ഒന്നും മറവായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കും. അപ്പം പരിശുദ്ധാത്മാവ് എന്ന കാര്യസന്ധിയും സകലത് ഉപദേശിച്ചു തരും. ഒരു കാര്യവും നമുക്ക് മറവായിട്ടിരിക്കത്തില്ല. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് ലഭിച്ച ആളിനെ പിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല എന്ന് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം പറയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. എല്ലാം അറിയാം. പരിശുദ്ധാത്മാവിനെല്ലാം അറിയാവുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്കും അത് അറിവ് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. നമ്മളെടുത്ത് ചാടത്തില്ല. വളരെ ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിശാച് ഇപ്പോഴും തന്ത്രശാലിയാണ്. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അത് തകർത്ത് കളയുമെന്ന് പിശാച് നമ്മളോട് സംസാരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് അറിവ് തരും. ആ അഭിഷേകം നിങ്ങളിലും എന്നിലും ഉണ്ട്, അത് മറന്നു പോകരുത്. നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പം പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നമ്മൾ ആരിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം? യേശുവിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വസിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നില്ലയോ എന്ന് ചോദിക്കും. ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പറയാം. എന്നിൽ നിങ്ങളത് പകർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശരീരബലഹീനത കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മുഖത്തും നമ്മൾ പലതിലേക്ക് നോക്കുന്നുണ്ട് നമ്മളിന്ന് ശക്തി പുറത്തു വരാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിലുണ്ട്. മരണത്തെ ജയിച്ചവനുണ്ട്. ലോകത്തെ ജയിച്ച ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മുടെ അകത്തിരിക്കുകയാണ്. എന്നിട്ട് ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആരും എന്നോടൊന്നും സംസാരിക്കണ്ടെന്നോ അല്ല. ഒരു വിശ്വാസി ഞായറാഴ്ച സഭായോഗത്തിന് പോകണമെന്ന് പാസ്റ്റർ പറഞ്ഞിട്ടല്ല പോകുന്നത്. ആരും ഉപദേശം കൊടുക്കേണ്ടി വരത്തില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ സഭായോഗത്തിന് ഓട്ടോമാറ്റിക്കലി പോകും. പഠിക്കുന്നൊരു കുഞ്ഞ് കോളേജിൽ പോകണമെന്നുള്ളത് അവനെ ആരും പറഞ്ഞിട്ടല്ല പോകേണ്ടത്. പരിശുദ്ധാത്മാവിനോട് പറയും. പരിശുദ്ധാത്മാവിന് ശബ്ദവും കേൾക്കും. അനേക കുഞ്ഞുങ്ങൾ മദ്യവും മയക്കുമരുന്ന് അടിക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കും. സകല സത്യത്തിലും വഴി നടത്തും. ഉപദേശിച്ചറിയാലും പറയാം, അത് ഫോഷ്കല്ല സത്യമായിരിക്കാലും എന്ത് ചെയ്യണം? അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ എന്ത് ചെയ്യണം? അവനിൽ വസിക്കണം. പരിശുദ്ധാത്മാവിൽ വസിക്കണം. പരിശുദ്ധാത്മാവിനോട് കൂടെ യാത്ര ചെയ്യണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ പിതാവെ ഞങ്ങൾക്ക് തരണം. ആ കാവൽ ഞങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ വേണം. പിതാവിനോട്
യേശു കർത്താവ് ചോദിച്ച് വാങ്ങിച്ച പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഞങ്ങളുടെ കൂടെ വേണം. ഇന്നത്തെ ജീവിതയാത്രയിൽ കൂടെ വേണം. ഞങ്ങളുടെ നാവോട് കൂടെ ഇരിക്കണം, ഞങ്ങളുടെ കേൾവിയിൽ കൂടെ ഇരിക്കണം, ഞങ്ങളുടെ കാഴ്ചയിൽ കൂടെ ഇരിക്കണം. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും പരിശുദ്ധാത്മാവിന് ഞങ്ങളെ സഹായിക്കണം. ദൈവശബ്ദം കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണം. സകലതും അറിയുന്ന പരിശുദ്ധാത്മാവ്, സകലതും ഞങ്ങളെ ഉപദേശിച്ചിരുന്ന പരിശുദ്ധാത്മാവ്, ആ ഉപദേശം കൈക്കൊള്ളാൻ, സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥൻ സകലതും ഉപദേശിച്ച് തരും. കർത്താവ് പറഞ്ഞതൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, ആ വചനമൊക്കെ ഓർമ്മിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ജീവിപ്പാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പിതാവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുന്ന അനുഭവം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും എൻ കൂടെ ഇരിക്കും നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ.